നിങ്ങളൊരു പക്ഷേ ചിന്തിക്കുമായിരിക്കും, സീറോ മലബാർ സഭയിൽ എന്തോ സംഘർഷാത്മകമായ അന്തരീക്ഷമാണ് എന്ന്. എല്ലാവരുടെയും ഞാൻ പറയുന്നില്ല, വളരെയേറെ ആളുകളുടെ ഒരു തെറ്റിദ്ധാരണ തീർക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സീറോ മലബാർ സഭയിൽ ഒരു സംഘർഷവുമില്ല. ഒരുപക്ഷെ മാധ്യമപ്രവർത്തകരായ നിങ്ങൾ പോലും തെറ്റിദ്ധരിച്ച് അങ്ങനെ റിപ്പോർട്ടുണ്ടാകുമായി ചെയ്തിട്ടുണ്ടാകും. സീറോ മലബാർ സഭ പിളർപ്പിലേക്ക് ആൾപ്പാടെ ഇവിടെ കലഹമുണ്ടാകുന്നു. ഇത് സീറോ മലബാർ സഭയിലെ 35 രൂപതകളിൽ ഒരു രൂപതയിൽ ഒരു വിഭാഗം വൈദികരുടെയും ഒരു വിഭാഗം ജനങ്ങളുടെയും ഒരു സംഘർഷാത്മകമായ അന്തരീക്ഷം. സഭയ്ക്ക് യാതൊരു വിധത്തിലുള്ള പൊതുവെയുള്ള സംഘർഷാത്മകത ഇല്ല. സമാധാനത്തോടെയും വാസ്തവം പറഞ്ഞാൽ ഈ സംഘർഷാത്മകമായ അന്തരീക്ഷം ഇവിടെ എറണാകുളം സൃഷ്ടിക്കപ്പെട്ടിട്ടും സഭ മുഴുവൻ കൂടുതൽ കൂട്ടായ്മയിലേക്ക് വരികയാണ്. 35 രൂപതകളിൽ 34 രൂപതകളും സഭയുടെ എല്ലാ നിർദ്ദേശങ്ങളും സ്വീകരിച്ച് ശക്തമായി കൂട്ടായ്മയിൽ മുന്നേറുകയാണ്. പിന്നെ ഈ അതിരൂപത മേജർ ആർച്ച് ബിഷപ്പിൻ്റെ രൂപതയാണെന്നുള്ള ഒരു രീതിയിൽ അതിലെ പ്രശ്നങ്ങളെ സഭയുടെ പ്രശ്നങ്ങളായിട്ട് ലോകം തെറ്റിദ്ധരിക്കുന്നു എന്നുള്ള ഒരു വസ്തുത ഞാൻ മറക്കുന്നില്ല. പക്ഷേ അതുകൊണ്ട് സഭയിൽ ഒരു കുഴപ്പമെന്നോ സഭയിലൊരു വിഭജനമെന്നോ ഒന്നുള്ള പ്രശ്നം ഉദിക്കുന്നുമില്ല, ഉദിക്കുകയുമില്ല. ഈ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകും. എല്ലാ കാലങ്ങളിലും സഭയ്ക്ക് ഓരോരോ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ സഭയ്ക്ക് തന്നെ ഇങ്ങനെയുള്ള സംഘർഷാത്മക അന്തരീക്ഷം പണ്ടും ഉണ്ടായിരുന്നു. സഭയ്ക്ക് പൊതുവിലും ഉണ്ടായിരുന്നു, ഈ അതിരൂപതയിലും ഉണ്ടായിരുന്നു. ഈ അതിരൂപതയിൽ തന്നെ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ പ്രത്യേക പരിസ്ഥിതി ഇന്നും നാളെയും തുടങ്ങിയതല്ല. 10-40 വർഷത്തെ ഒരു അച്ചടക്കലക്കലത്തിൻ്റെ ഒരു മൂർധന്യാവസ്ഥയിൽ വേണമെങ്കിൽ പറയാവുന്നേ. 1987 ഞാൻ ആദ്യമായിട്ട് ബിഷപ്പായത്, മക്കളയിലെ ബിഷപ്പായത്. അന്ന് ഞാൻ സിനഡിനെ സംബന്ധിച്ചിടത്തോളം ആ സിനഡിലെ മെത്രാന്മാരെ ഖരാവോ ചെയ്ത് 2 മണിക്കൂർ ഇരുത്തിയവരാണ് ഈ അതിരൂപതയിലെ അന്നത്തെ വൈദികർ. അത് കഴിഞ്ഞത് തുറന്നുകൊണ്ടിരുന്നു. നമ്മൾ ക്രൈസ്തവമായ മനോഭാവങ്ങളുടെ തിരുത്തലുകൾ കൊടുക്കുന്നു. പക്ഷേ എല്ലാം ഉൾക്കൊള്ളാൻ അവർക്ക് സാധിക്കുന്നില്ല. ആരെയും പുറത്താക്കിക്കൊണ്ട് ഒരു താൽക്കാലികമായ സമാധാനം സൃഷ്ടിക്കുന്ന രീതി സഭയ്ക്കില്ല. അത് സഭ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവരെയും എതിർക്കുന്നവരെയും അതുപോലെ തന്നെ സംഘർഷങ്ങൾ സൃഷ്ടിക്കുന്നവരെയും അക്രമങ്ങൾ ചെയ്യുന്നവരെയും പോലും ഉൾക്കൊണ്ടുകൊണ്ട് സമാധാനം പൂർണ്ണമായിട്ട് സ്ഥാപിക്കാനായിട്ടാണ് നമ്മൾ പരിശ്രമിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പരിശ്രമമാണ് നമ്മൾ ചെയ്യുന്നതെന്ന് നിങ്ങൾ പ്രത്യേകം പറഞ്ഞു. അതുകൊണ്ട് സാവകാശം ഉണ്ടാകും. ആരെയും ശിക്ഷിച്ച് പുറന്തള്ളുന്നില്ല. അങ്ങനെ ശിക്ഷിച്ച് പുറന്തള്ളാത്തത് കൊണ്ട് അക്രമാസക്തമായിട്ടുള്ള നടപടികൾ വർദ്ധിക്കുന്നു എന്നൊക്കെ പറയുന്നവരുണ്ട്. ശരിയായിരിക്കാം. പക്ഷേ ഏത് ക്രമത്തിനും ഒരറുതിയുണ്ട്. ഏതൊരു അച്ചടക്ക ലംഘനത്തിനും ഒരവസാനം വരും. ഏതൊരു എതിർപ്പിനും ഒരു സമാധാനപൂർണമായ അവസാനം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ നമുക്കുണ്ട്.